ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ 12 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ 2. സിദ്ധാർത്ഥ്, എസ്.ജെ. സൂര്യ, ബോബി സിൻഹ, പ്രിയ ഭവാനി ശങ്കർ, രാഹുൽ പ്രീത് സിംഗ്, നെടുമുടി വേണു, സമുദ്രകനി, കാളിദാസ് ജയറാം, ഡൽഹി ഗണേഷ്, മനോബാല, ജഗൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് 1996 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഇന്ത്യൻ 2 ആദ്യ സിനിമയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബിലോ ആവറേജ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. 250-300 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ പ്രീസെയിൽ കളക്ഷനിലൂടെ ഈ ചിത്രം 30 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. കേരളത്തിൽ ഈ ചിത്രം പ്രീസെയിൽ കളക്ഷനായി 1,21,00,000 രൂപ നേടിയെടുത്തിരുന്നു. നിലവിൽ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2.5 കോടിയോളം രൂപ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയിരുന്ന ഗോകുലം മൂവീസ് വളരെ മികച്ച സ്ക്രീൻ കൗണ്ടാണ് ചിത്രത്തിന് ലഭ്യമാക്കിയിരുന്നത്. ഇനി ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഏകദേശം 35 കോടിയോളം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65-70 കോടി റേഞ്ചിലാണ്. ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായം ചിത്രത്തിന് ലഭ്യമായിട്ടില്ലെങ്കിലും മികച്ച കളക്ഷൻ തന്നെയാണ് ഈ ചിത്രം ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. അക്ഷയകുമാർ നായകനായി സുധാ കൊങ്ങര കഥയെഴുതി സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ 12 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സർഫിറ. 2020 തിയേറ്ററിലെത്തിയ തമിഴ് ചിത്രമായ ശൂരറി പോട്രി എന്ന സിനിമയുടെ റീമേക്ക് കൂടിയായ ഈ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ആദ്യ ദിവസം ഈ ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2.5 കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 5.5 കോടിക്ക് മുകളിലുമാണ്. പ്രഭാസ് നായകനായി നാഗോശൻ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി 2898 AD. ചിത്രം 15 ദിവസം പിന്നിട്ട് 16-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ 2 വരവ് ചിത്രത്തിന് ഭീഷണിയായിട്ടുണ്ട്. ഇന്ന് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 28 ലക്ഷത്തോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം ചിത്രത്തിന്റെ 15 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 26,20,00,000 രൂപയാണ് ഈ ചിത്രം 15 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കളക്ഷനോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 26,50,00,000 രൂപയിൽ എത്തിച്ചേരുന്നതാണ്. കൽക്കിയുടെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഈ ചിത്രം 15 ദിവസം കൊണ്ട് 40 കോടിയോളം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി 900 കോടി പോസ്റ്റർ പുറത്തിറങ്ങിയെങ്കിലും 15 ദിവസം കൊണ്ട് 880 കോടി രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. 16-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ ചിത്രം 10 കോടിയോളം രൂപ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യ 16 ദിവസം കൊണ്ട് 890 കോടി നേടിയെടുക്കുന്ന ഈ സിനിമ നാളെ ശനിയാഴ്ചയോടെ 900 കോടി മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 3 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.